എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനീ നിൽക്കുന്നത് വിശാഖപട്ടണം മലയാളി സംഘടനയായ കേരള കലാസമിതിയിലാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2024 സെപ്റ്റംബർ 22 രാവിലെ 10 മണിയോടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ മഹാബലിയെ ആനയിച്ച് ആശംസാ സന്ദേശവും തുടർന്ന് വിശിഷ്ട അതിഥികളോടൊപ്പം സമിതി ഭാരവാഹികൾ ഭദ്രദീപം തെളിയിച്ച് പ്രാർത്ഥനയോടെ പൊതുയോഗം ആരംഭിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി റാന്നി MLA ആയ അഡ്വക്കേറ്റ് ശ്രീമാൻ പ്രമോദ് നാരായണൻ എത്തുകയും അദ്ദേഹം പൊതുയോഗം അഭിസംബോധന ചെയ്ത് ആശംസ അറിയിക്കുകയുമുണ്ടായി. കൂടാതെ മറ്റ് വിശിഷ്ട അതിഥികളായ ഡോക്ടർ കെ വിജയലക്ഷ്മി ഗുപ്ത, എബ്രഹാം വർഗീസ്, വിശാഖപട്ടണം സിറ്റി പോലീസ് കമ്മീഷണറും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഓണാഘോഷവേളയിൽ ആശംസ അറിയിക്കുകയുണ്ടായി. ഓണത്തിന്റെ അഭിവാജ്യ ഘടകമായ ഓണസദ്യ ഒരുക്കാനായിട്ട് പാലക്കാട് നിന്നും വിദഗ്ധരായ പാചകക്കാർ എത്തുകയുണ്ടായി. 28 വിഭവങ്ങളോടെയാണ് സദ്യ ഒരുക്കിയത്. വിഭവങ്ങൾ വിളമ്പാനായിട്ട് 10 അംഗ വനിതാ സംഘവും പാലക്കാട് നിന്നെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ശ്രീ അജയ് കല്ലായിയുടെ നേതൃത്വത്തിൽ അതിമനോഹരമായ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഓർക്കസ്ട്ര ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തി ആയി പോവും. കലാസമിതിയുടെ ചരിത്രത്തിലാദ്യമായി ഈ വർഷം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ഒരു വനിതാ അംഗത്തെയാണ് തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ ശ്രീമതി ലൈല ഗണേശൻ ജനറൽ സെക്രട്ടറിക്ക് ഓണാഘോഷത്തെക്കുറിച്ച് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് കേൾക്കാം. ഓണം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്റർടൈൻമെന്റ് തുടങ്ങാൻ പോകുന്നു. കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തിരുവാതിര, കൈകൊട്ടിക്കളി മുതലായ എല്ലാ പരിപാടികളും ഉണ്ടാവും. ഓണസദ്യ സദസ് നിറഞ്ഞു. ദേവാമൃതം നൽകിയോ തെന്നലെ പൂന്തേനിലും മധുരം തരും അനുഭൂതികൾ കൊണ്ടുവാ സദനമേ സ്വപ്നത്തുമ്പാടും കൊയ്യാരത്തും പിന്നാരം പൊൻപാനുകളെ ഓരോ തീരം തേടാതെ ഓളം ചെയ്യുന്നാൻ ഈരം ചുറ്റി മൂടാത്തൊരീണം തരൂ അറിയാതെ വന്നു ഇടിയൂ ഞാനും കനവറിയാതെ
സോപാന ഗോപുരമേ അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഇന്ന് ചുണ്ടിയത് കുലകാമോദിയുമായി ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീരാ മീരാ നാദന്നി ആരാധികയാ മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമ സ്വരൂപന്റെ സോപാന ഗോപുരമേ അഴകളാമ്പൽ പൂക്കളണിഞ്ഞൊരു ആതിരരാ പെൺകുടിയെ കവിളത്ത് കൂറുമ്പിന്റെ മാറുകൊള്ള പെണ്ണെ കരുതീര വീടി രണ്ടും ഇടയുന്നതിന്റെ പോരുന്നോ നീയൻ കൂടെ താഴിക കൂടമേ Good morning, everyone. Ladies and gentlemen, esteemed guests, and lovely Malayalis. Warm greetings to each and everyone to you gathered here. As we stand on this vibrant stage, around with the majestic colors of nature and the spirit of joy, we welcome you all to celebrate the most awaited festival of Kerala, Onam. ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും പുലരി പിറക്കുന്നു വീണ്ടും കാടാകെ പൂത്തല്ലോ കോത്തുമ്പികൾ വന്നല്ലോ തുമ്പപ്പൂ നുള്ളിയെടുത്ത് പൂവട്ടി നിറഞ്ഞല്ലോ ഓണം ഇപ്രാവശ്യം കേരളത്തിൽ ദുഃഖകരമായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ കൂടി മലയാളികൾ എല്ലാവരും നല്ലപോലെ ഓണം ആഘോഷിച്ചു. നാം ഇവിടെ എത്താൻ ഇത്തിരി താമസിച്ചു. കേരള കലാസമിതി
ഓരോ ഓണപ്പായസം, ഊഞ്ഞാലാടുക ഇതെല്ലാം കാണുകയുണ്ടായി. ഇനി ഞാൻ വളരെ സന്തോഷമാണ്. Good morning everyone and a very happy Onam to one and all present here. Now I request the President, Secretary, Treasurer and the Cultural Secretary to come on to the dais to light the holy lamp. മാനവ സ്നേഹത്തിൻ ദീപം കൊളുത്തി കാലത്തിനൊരു പൂപ്പന്തലായി നിൽക്കുമേ കേരള കലാസമിതി വളരണം നാൾക്കുനാൾ. കലയുടെ കാൽത്തളനാദം കേട്ടുണരുന്ന കൈരളിയൊന്ന് താളവുമൊന്ന് സംഗീത സാഹിത്യ നൃത്തരംഗങ്ങളിൽ സുരഭിലയായി നീ തങ്കച്ചിലമ്പൊലി നാദമായി സ്വരമേളങ്ങളായെന്നും നിറവഴിഞ്ഞൊഴുകണം ഈ കലാകേരളം. നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും നിറവോടെയുള്ള ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Subsequently, that also has been cancelled. We had to go to Bangalore for some other program. After taking tremendous travel pressure and schedule, he is here with us today. That welcome speech by the General Secretary and the introductory speaks both has been covered. നമ്മൾ ഒരുക്കുന്നതും അതിന്റെ ആഴത്തിലേക്ക് കടക്കുന്നതും ഒരു പക്ഷേ മറുനാടൻ മലയാളികളുടെ അത്രയും ഊഷ്മളതയോടുകൂടി ഓണത്തെ കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരു കാലത്ത് പ്രകൃതി പോലും തയ്യാറെടുത്തിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഓർമ്മകളാണ് 2018, 2019 കാലങ്ങളിലെ വെള്ളപ്പൊക്കങ്ങൾ, തുടർന്നുണ്ടായിട്ടുള്ള കോവിഡ് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ മറന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വയനാട്ടിലെ ദുരന്തം അത് പൂർണ്ണമായും മറന്നു എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് 350ഓളം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ഈ അവസരത്തിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണെങ്കിലും തീർച്ചയായും നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു പോലീസ് കമ്മീഷണർ സാർ എത്തിയിട്ടുണ്ട്. എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പ്രമോദ് നാരായൺ സാറിന്റെ ഓണാശംസകളും അതോട് ചേർന്നുള്ള കീനോട്ട് അഡ്രസ്സുമാണ്. അതിന് അദ്ദേഹത്തെ സ്നേഹം ഞാൻ സ്വാഗതം ചെയ്തു. ലോകം കണ്ട ഏറ്റവും ശാന്തനായ മനുഷ്യൻ ഗൗതമ ബുദ്ധൻ തന്റെ പതിവ് പ്രഭാഷണത്തിനായി ബോധിമരത്തിന്റെ ചുവട്ടിലെത്തി. ഹൃദയത്തിൽ നിന്നും അധരങ്ങളിലേക്ക് സ്ഫുടം ചെയ്തെത്തുന്ന ഭഗവാന്റെ വാക്കു കേൾക്കാൻ ശിഷ്യന്മാർ മരത്തിന് ചുറ്റും ഒരു വലയമാണ്. ആദ്യത്തെ വാക്ക് ഒരു മൃദുമന്ത്രണമായി പൊഴിയാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കാറ്റടിച്ചു. ബോധിമരത്തിന്റെയും ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെയും ഇലകളെ തഴുകി ഒരു കാറ്റ് കടന്നുപോയി. അത് ഇവിടെ മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നും റാന്നിയിൽ ആദ്യമായി മത്സരിക്കാൻ ചെന്നപ്പോ പോസ്റ്ററാണല്ലോ ആദ്യം ചെല്ലുന്നത്. ഞാൻ റാന്നിയിലെ എൻ്റെ തിരഞ്ഞെടുപ്പ് മുഴുവൻ എൻ്റെ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന പ്രസാദിയുടെ എൻ്റെ ബന്ധു, അവരെ ഞാനിപ്പോൾ രണ്ടുപേരെയും പരിചയപ്പെട്ടു ഇവിടെ വെച്ച്. അപ്പൊ ആദ്യം പോസ്റ്ററാണ്, കാരണം എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്.
guest of honor Dr. Vijayalakshmi Gupta to I request the Chief Editor Mrs. Nandini Menon and Editor Dr. Reggie Thomas to join on the stage. Honorable Member of Legislative Assembly Kerala, Advocate Pramod Narayan, Dr. Vijayalakshmi Gupta, former FADS, Sri Puditan, Srimati Laila Ganesh, Sri Suresh, Priya Suhuttimali. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗ്രഹാവൃത്തം ഉണർത്തുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ജാതിമത വർണ്ണഭേദമില്ലാതെ മലയാളി ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആഘോഷിക്കുന്ന ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയത്തിനോട് ഏറ്റവും അടുത്തതാണ്. ആ വിളവെടുപ്പിൻ്റെ ഒരു നാളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഓണം നാം ആഘോഷിക്കുന്നത്. ആ സമയത്ത് കലണ്ടറിൻ്റെ ചുവന്ന അക്കങ്ങളുടെ അകമ്പടിയോടെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അടുത്ത ഓണം നാം ആഘോഷിക്കും. നമുക്കറിയാം, ഈ വർഷം നമുക്ക് നാട്ടില് ചിലതിലെ ദുരന്തവും I think not much can be said by any of us, because he started and pictured the whole of Kerala, what really happened. So we are coming into the scholarships for the 10th class. ഒരു നല്ല കൈയടി ആകാം എന്നുള്ളതാണ് എൻ്റെ പറയുന്നത്. ഡോക്ടർ പ്രദീപ് കൊയ്യൻ ആൻഡ് ഷൈബ പ്രദീപ് കൊയ്യൻ, സോറി. ഓക്കെ, ഇത് നമ്മുടെ ലേറ്റ് വിജി ചാക്കോ സ്പോൺസർ ചെയ്തിരുന്ന തുമ്പമൺ സ്കോളർഷിപ്പാണ്. അത് ഏറ്റുവാങ്ങാനായിട്ട് ഐ തിങ്ക് കുട്ടി ചെന്നൈയിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് പുള്ളി പേരൻസ് ആരാവരും. നെക്സ്റ്റ് കെ ഓർമിള പിള്ളൈ. ഇത് MK ലക്ഷ്മൺ സ്പാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം സ്പോൺസർ ചെയ്തിരുന്ന നെക്സ്റ്റ് കാറ്റഗറി സ്കോളർഷിപ്പ് വിന്നർ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരനായിരുന്ന ബിജു ഭരതൻ എന്ന പ്രസിഡന്റിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പത്നി ആശ ബിജു ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഐ റിക്വസ്റ്റ് ചീഫ് ഗസ്റ്റ് ടു give the honor. Okay, Abraham sir, no issue. ഇത് ശരിയായിട്ട് കൈയടിയാകാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ. അടുത്തത് കെ സോ മുരളി എന്നെ പിള്ള പറയുന്ന അനിത പിള്ള ടു കം ആൻഡ് ഗിവ് ദി എക്സ്പോസിംഗ്. അപ്പോ ശ്രീമതി നന്ദിനി മേനോനെ ഏറെ സ്നേഹത്തോടെ ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഈ അവാർഡ് ഈ ഒക്ടോബർ 14 മാത്രമേ അത് ഏറ്റുവാങ്ങുന്നുള്ളൂ. അതിനു മുമ്പായി തന്നെ നമ്മൾ ഈ വേദിയിൽ ആദരവ് നൽകി ആ അവാർഡിന് തുല്യമായിട്ട് അത് സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് ആദരവ് നൽകുന്നതിന് ചീഫ് ഗസ്റ്റിനോടും ഒപ്പം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും ചെയ്തതായിരിക്കും. Mrs. Nandini Menon is an eminent writer whose book Amcho Bastar has won the prestigious Kerala Sahitya Academy Award for the Best in Traveller category 2024. She is the winner of Professor MP Manmadan Memorial Akshaya Pustakam Nidhi Puraskaram 2023. Also, she was honored to felicitate Mrs. Nandini Menon. ഒരു സിൽവർ കളർ യമഹ ബൈക്കിൽ ബിലാസ്പൂരിലെ വെയിലും ചൂടും പൊടിക്കാറ്റുമേറ്റ് തുളസിറാമിനൊപ്പം നന്ദിനി തുടങ്ങി വെച്ച യാത്ര
ഏറെ ജനപദങ്ങളും കാടുകളും ജന്മാന്തരങ്ങളുടെ പൊടിപിടിച്ച മൺപാതകളും താണ്ടി അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വാങ്മയ ചിത്രങ്ങൾ തീർത്തു. അപരിചിത ഭൂപ്രദേശങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന അപകടങ്ങളെ കൂസാതെ നടത്തിയ അസാധാരണ യാത്രകളുടെ പച്ചമണം മലയാളത്തിന് സമ്മാനിച്ച നന്ദിനി മേനോന്റെ പുരസ്കാര നിറവിൽ നമ്മളും അഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു. ആശംസകൾ. നമ്മൾ ഇന്ന് ഓണം എന്തിനാഘോഷിക്കുന്നു എന്നൊക്കെ പലതരത്തിൽ നമ്മൾക്ക് ചോദ്യങ്ങളുണ്ട്. എന്തിനാഘോഷിക്കുന്നു? കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിന് ശേഷം നമ്മൾ ഇന്ന് എന്തിന് ഓണം ആഘോഷിക്കുന്നു എന്നൊന്ന് ആലോചിച്ചാൽ നമ്മുടെ പ്രവാസ ലോകത്തെ ഏതാഘോഷവും, ഓണാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, വിഷു ആവട്ടെ, ഏതോ ഒന്ന്, കേരളപ്പിറവി ആവട്ടെ, ഏതൊരു ആഘോഷത്തിനെയും കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഇട്ട പൂക്കളം, നമ്മൾ കഴിക്കാൻ പോകുന്ന വിഭവസമൃദ്ധമായ സദ്യ, നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കേരള വസ്ത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു വലിയ അധ്വാനത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കും. 2018-ലും 2019-ലും നമ്മൾ ആഘോഷിച്ചില്ല. പിന്നെ കോവിഡ് വന്നപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ല. ആ സമയത്ത് കേരളത്തിലെ മധ്യവർഗത്തിലും താഴെ നിൽക്കുന്ന മ്യൂസിക് ട്രൂപ്പുകൾ, നാടക ട്രൂപ്പുകൾ, നൃത്ത ട്രൂപ്പുകൾ, മാജിക്കുകാർ, പാചകം ചെയ്യുന്നവർ, വസ്ത്രം നെയ്യുന്നവർ, പൂക്കൾ വിൽക്കുന്നവർ, ചെണ്ടമേളക്കാർ, ഇത്രയധികം ഒരു വലിയ കലാസമൂഹം. ഇതൊന്നും ഞാൻ വലിയ ആളുകളല്ല, കൃഷ്ണചന്ദ്രൻ, യേശുദാസ് എന്ന് പറയുന്ന പോലുള്ള ആളുകളെന്നല്ല പറയുന്നത്. മധ്യവർഗത്തിൽ താഴെ നിൽക്കുന്ന ചെറുകിട സംഘങ്ങൾ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരുന്നു. അവർ ആവശ്യപ്പെടുന്ന പ്രതിഫലത്തിന്റെ 4/1 തന്നാൽ മതി, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഘോഷം ഇവിടെ സംഘടിപ്പിച്ച് ഞങ്ങളെയൊക്കെ ഒന്ന് ക്ഷണിക്കൂ. ഇത്തരം ചെറു കലാകാരന്മാരുടെ ഒരു വർഷത്തെ അവരുടെ ഫാമിലി കുടുംബ ബജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഈ പ്രവാസ ലോകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം വലിയൊരു താങ്ങാണ്, വലിയൊരു സ്വാധീനമാണ്. തീർച്ചയായും ഈ ആഘോഷം നമ്മുടെ മാത്രമല്ല, ഈ ആഘോഷം എത്രയോ അറിയപ്പെടാത്ത ചെറുകിട. The unique way Mr. Sadish Kumar adopted was to write an article every day for 365 days, which stands unparalleled. His well-researched articles featured Malayalam movie songs, musicians and artists. With love and respect, may we request Mr. Sadish Kumar to come onto the dais. പങ്കുവയ്ക്കും. എഴുത്തിൻ്റെ വഴികളിൽ ഇന്ന് ഏതെങ്കിലും നിലയിൽ ഒരു അംഗീകാരവുമായി ഞാൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ കേരള കലാസമിതിയുടെ മണ്ണിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെക്കാലമായി മലയാളത്തിലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും എഴുത്ത് ആരംഭിച്ചിട്ട് അന്നു മുതൽ എന്നെ ഇന്ന് വരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. കേരള കലാസമിതിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൽകിയ ഈ പ്രോത്സാഹനം, അഭിനന്ദനങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. മലയാളത്തിലെ 96 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രം പാട്ടുകളിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു അപൂർവ റെക്കോർഡ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം, അവരുടെ അഭിമാനവും.
Mr. Suresh kindly join.
മായ പ്രസന്നൻ, വിനീത രാജേന്ദ്രൻ, പ്രിയ ശ്രീകുമാർ, നിഷ മൈലപ്രത്ത്, ആര്യ ഹരിശങ്കർ, ഉമാമഹേശ്വരി എസ് നായർ, വിഷ്ണുപ്രിയ എസ് നായർ. ചുമ്മാ വന്ന് നിന്നു എന്തോ ഒന്ന് ചെയ്തു ഒരു ദിവസത്തെ പ്രാക്ടീസ് അല്ല അവൻ വരുന്ന വരെ ശോഭന ഓക്കെ ശരി അവൻ വന്നു കഴിഞ്ഞ് ശോഭനയുടെ മോഹൻ, പ്രശാന്ത്, നമ്മുടെ മാവേലി ശ്രീ ഹരി ഭീമ ജ്വല്ലേഴ്സ്,